ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേർ രാജ്കുമാർ പള്ളിത്തോട്ടം. ഇന്ന് ഞങ്ങളൊരു പുതിയതായിട്ടൊരു ചാനൽ ആരംഭിക്കുകയാണ്. ആ ചാനലിൻ്റെ പേര് എഖാൻ എലോഹിം എന്ന് വെച്ചാൽ ഇത് എബ്രായ ഭാഷയാണ്. ഇതിൻ്റെ അർത്ഥം എവിടെയാണ് ദൈവം. ഇതാണ് ഈ ചാനലിൻ്റെ പേരിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ചാനലിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് ബൈബിൾ ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ട്. അത് ഏത് സഭയാണെങ്കിലും എല്ലാ ക്രിസ്ത്യാനിറ്റിയിലും ബൈബിളുണ്ട്. അപ്പോൾ ഈ ബൈബിളിൽ മറഞ്ഞു കിടക്കുന്ന ചില മർമ്മങ്ങളുണ്ട്, ഇതുവരെ വെളിപ്പെടാത്തതായ ചില മർമ്മങ്ങൾ. അപ്പോൾ ആ മർമ്മങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുക, അത് നിങ്ങൾക്കും പകരുക. അതാണ് ഈ ചാനലിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇവിടെ ബൈബിൾ എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാവരും 10 വട്ടം അല്ലെങ്കിൽ 50 വട്ടമൊക്കെ ഞാൻ മുഴുവനും ബൈബിൾ വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർ ഉണ്ട്. പക്ഷെ 10 അല്ല 50 വട്ടം ബൈബിൾ ഫുള്ളായിട്ട് വായിച്ചാൽ പോലും ഇതിൽ കിടക്കുന്ന ചില രഹസ്യങ്ങൾ അത് ഇതുവരെ ആർക്കും വെളിപ്പെട്ടിട്ടില്ല. അതിന് കാരണം, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ആ ഒരു വാക്യം, ആ വാക്യത്തിൽ കൂടെ ദൈവം എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ ഒരു നോവൽ വായിക്കുന്നത് പോലെ നമ്മൾ ഈ പുസ്തകം, ബൈബിളാകുന്ന ഈ പുസ്തകം നമ്മൾ വായിച്ചു പോയത് കൊണ്ടാണ് 2025 വർഷമായിട്ട് ഇതിൽ കിടക്കുന്ന ചില മർമ്മങ്ങൾ വെളിപ്പെടാതെ പോയത്. എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, എനിക്ക് 100% കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. എല്ലാവർക്കും ഏകദേശം ഇന്ത്യക്ക് അകത്തും പുറത്തുള്ളവർക്ക് എന്നെ അറിയാം. ഞാൻ ഈ ബൈബിള് കണ്ടിട്ടില്ല, ബൈബിൾ വായിച്ചിട്ടില്ല. പക്ഷെ ഇത് മുഴുവനും ഞാൻ പറയും. അത് എൻ്റെ കഴിവോ എൻ്റെ ഓരോ ജ്ഞാനമോ ഒന്നുമല്ല. എനിക്ക് ദൈവം ദാനമായി തന്ന ഒരു വരമാണത്. എൻ്റെ ജീവിതം തന്നെ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. ഇവിടെ ഞാൻ എപ്പോഴും ഉപവാസമാണ്. 100 ദിവസം ഞാൻ ഉപവസിക്കും. 100 ദിവസമൊക്കെ ഞാൻ ഉപവാസം എടുക്കുമ്പോൾ വെറും വെള്ളവും ചായയും മാത്രം കുടിച്ചുകൊണ്ടാണ് ഉപവസിക്കുന്നത്. അങ്ങനെ എൻ്റെ ജീവിതം തന്നെ എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയും. അപ്പൊ ആ ഉപവാസത്തിൽ ഇരിക്കുമ്പോഴാണ് ദൈവം എൻ്റെ കൂടെ സംസാരിക്കുന്നതും, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് അതിന് ഉത്തരം എനിക്ക് ദൈവം തരുന്നതും. അങ്ങനെയാണ് ഈ ബൈബിൾ മുഴുവനും എന്നെ അപ്പനാണ് പഠിപ്പിച്ചത്. ദൈവമാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. അല്ല, ഞാനിത് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഇന്ന് ബൈബിളിനെ കുറിച്ച് തിയോളജി PhD എടുത്തവർ അനേകർ എൻ്റെ അടുക്കൽ വന്ന് ബൈബിളിന്റെ സംശയങ്ങൾ ക്ലിയർ ആക്കാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും അനേകർ എൻ്റെ അടുക്കൽ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എൻ്റെ ഒരു കഴിവാട്ടോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വെറും ഒരു കഴുതയാണ്. ഈ കഴുതപ്പുറത്ത് തമ്പുരാൻ കയറിയപ്പോൾ ഈ കഴുതയ്ക്കും ഒരു മഹത്വം ഉണ്ടായതുപോലെ ദൈവം ഇതെല്ലാം എനിക്ക് ദാനമായി തന്ന കൃപാവരങ്ങൾ. ഇതിലിപ്പോ എന്നെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, എൻ്റെ സാക്ഷിയൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഞാൻ മരിച്ച വ്യക്തിയാണ്. 2014 മരിച്ച വ്യക്തിയാണ്. 6 ദിവസം മോർച്ചറിയിൽ കിടന്ന ശരീരമാണ് എൻ്റേത്. അവിടെ നിന്നാണ് ദൈവം എന്നെ കൊണ്ടുവന്ന് ഇതെല്ലാം, ഈ ജ്ഞാനങ്ങളെല്ലാം ദൈവം എനിക്ക് നൽകി. അങ്ങനെ ഇന്ന് ലോകമെമ്പാടും ഞാൻ ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൽ എനിക്ക് മെയിൻ ബൈബിൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിലുപരിയായി 12 അപ്പോസ്തലന്മാർക്ക് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ എന്ത് കൃപാവരങ്ങൾ നൽകിയോ ആ കൃപാവരങ്ങൾ എനിക്ക് ദൈവം നൽകി. ആ ശുശ്രൂഷ ഞാൻ ഇന്ന് ചെയ്യുന്നു. എൻ്റെ ദൗത്യം അപ്പോസ്തോലിക ദൗത്യമാണ്. അതായത്
ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവ് ഭൂമിയിലായിരുന്നപ്പോ കർത്താവിന്റെ അടുക്കൽ അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെ കൊണ്ടുവന്നപ്പോഴും രോഗികളെ കൊണ്ടുവന്നപ്പോഴും കർത്താവ് ശാസിച്ചപ്പോൾ അവരിൽ നിന്ന് അശുദ്ധാത്മാക്കൾ പോയി, അവർ നിലത്ത് വീണു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മുന്നിൽ നിൽക്കുന്നവരുടെ മേൽ കരം വയ്ക്കുമ്പോൾ അശുദ്ധാത്മാവ് ഉള്ളവർ താഴെ വീഴും. അത് അങ്ങനെ അവരിൽ നിന്നുള്ള ആ ദുരാത്മാവ് വിട്ടുപോകും. ഇത് എന്നെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം എൻ്റെ ശുശ്രൂഷ എന്താണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ ദൈവം നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇതില് എന്നെ കുറിച്ചുള്ള, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 100% കാഴ്ചയില്ല, ബൈബിൾ ഞാൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. അപ്പോ എന്നെ കുറിച്ച് തന്നെ, എനിക്ക് വേണ്ടി തന്നെ ദൈവം ബൈബിളിൽ ഒരു വചനം വെച്ചിട്ടുണ്ട്. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 16-ാം വാക്യം. കുരുടരെ ഇതുവരെ അവർ നടക്കാത്ത വഴികളിൽ കൂടെ ഞാൻ അവരെ നടത്തും, അവരുടെ വഴികൾ ഇരുട്ടായ വഴികളെ ഞാൻ വെളിച്ചമാക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ കാണാത്ത കാര്യങ്ങൾ, കേൾക്കാത്ത കാര്യങ്ങൾ ദൈവം എന്നിൽ കൂടെ സംസാരിക്കുന്നു. അല്ലാതെ എനിക്കൊരു കഴിവ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് ഞങ്ങൾ ചാനലിപ്പോ ഇന്ന് ഓപ്പൺ, ഈ പുതിയ പേരിൽ ഇന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഈ ചാനലിൽ കൂടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള സകല സത്യങ്ങളും, ബൈബിളിന്റെ പുറത്തു നിന്ന് ഞാൻ ഒന്നും പറയാറില്ല, എനിക്കത് അറിയത്തുമില്ല. ബൈബിളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആ മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ പൊരുൾ തിരിച്ച് അത് നിങ്ങളോട് അറിയിക്കുന്നതാണ് എൻ്റെ ദൗത്യം. ഈ ചാനലിന്റെ ദൗത്യം അത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്നെ നിങ്ങൾക്ക് വിളിക്കാം. ബൈബിൾ സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം, അതിന് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അപ്പൊ എൻ്റെ ഈ ചാനൽ, എൻ്റെ നമ്പരും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അതിന്റെ സംശയങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.